ഇനി മോർച്ചറി വല്ലതാണ് ചേട്ടാ. ഓയ് എന്താണോ പിന്നെ പ്രേതോ? എന്താ കാര്യം എന്താ ചേട്ടാ അത് പിന്നെ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കണ്ട ഇവിടെ. അതെൻ്റെ കുഴപ്പമാണോ? അതെൻ്റെ കുഴപ്പമാണ്. എന്നാലും ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ബോറടിയാണ്. വർത്തമാനമൊന്നും പറയാൻ ആരുമില്ല, ടെൻഷനും ഉണ്ട്. അപ്പം ഞാനൊരു ചുമ്മാ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കാൻ രസമാണല്ലോ. ഈ നമ്മുടെ കോഴിക്കോട് നടന്ന മറ്റേ ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്നാ അഭിപ്രായം? എൻ്റെ പൊന്നു സുഹൃത്തെ 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഒന്ന് ഉറങ്ങിക്കൊണ്ട പ്ലീസ്, ശല്യപ്പെടുത്തരുത്, ഒന്ന് സ്വസ്ഥത തരണം പ്ലീസ്. അല്ല അങ്ങനെ പറയാം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. നമ്മുടെ ഈ റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടിയായിരുന്നു, അറിയായിരുന്നോ? എങ്ങനെ? റബ്ബർ ഷീറ്റിനൊക്കെ അന്യായ വിലയായിരുന്നു. ഈ വില കുറഞ്ഞ റബ്ബർ ഷീറ്റ് കിട്ടുമോ? ഉണ്ട്, വീട്ടിലുണ്ട്. പക്ഷെ വീട്ടിൽ പോയി എടുക്കണം. എന്തിനായിരുന്നു? അത് ഒരെണ്ണം എടുത്ത് ചുരുട്ടിക്കുട്ടി നിന്റെ അണ്ണാക്കി വെക്കണം. മനുഷ്യൻ്റെ സുഖമായിട്ടായിരുന്നു ഉറങ്ങണം. എത്ര നേരമായെന്ന് പറഞ്ഞ് സഹിക്കുന്ന അല്ലേ? ഒന്ന് ഉറങ്ങാന്ന് വെച്ച് കിടന്ന ഉറക്കത്തുമില്ല. പിശാച് ഉറങ്ങും. അപ്പം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കലും നടക്കും. ആകെ ഒരു ഭ്രാന്തം കിടപ്പുണ്ട്, അതുകൊണ്ട് സംസാരിച്ചപ്പോൾ അവന് വെയിറ്റ്. അതെ, ടി വി ഉണ്ടായിരുന്നു ഇവിടെ. എന്നാൽ ടി വി വെച്ച് കാണാം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ 5 മുടിപ്പിൻ വളവുകൾ വീതി കൂട്ടി വികസിപ്പിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. ഇതിനായി വനഭൂമി വിട്ടു നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. പറഞ്ഞാറല്ലോ പിന്നെ. ഗംഗ ഇപ്പൊ പോണ്ട. പുള്ളി തുടങ്ങി. ഞാൻ പോണ്ടേ? പോയാ ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അവൻ സമ്മതിക്കൂല. അവൻ നല്ല ധൈര്യം പറയാം. അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ കുഴപ്പം? എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. പിന്നെ ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? എന്താണ് നിനക്ക്? എന്താ എനിക്കുന്നോ? നിനക്ക് ഉരുൾപൊട്ടൽ വന്നപ്പോ നിനക്ക് 3 ദിവസത്തെ ഉറക്കക്ഷീണം, കണ്ണ് തുറക്കാനുള്ള അതിന്റെ. ഇപ്പൊ ബുൾസൈ പോലെയാണോ നിന്റെ കണ്ണ് പുറത്തേക്ക് കയറി വന്നത്? ഇപ്പൊ നിനക്ക് ഷീറ്റ് വേണം, എന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റണം. എന്തൊക്കെയാണ് നിനക്ക്? അടിച്ചതിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും. പാവപ്പെട്ടൊരു പെണ്ണ് തുണിയില്ലാണ്ട് വന്നപ്പോ അപ്പൊ തന്നെ അവൻ കയറി വന്നേക്കണം.